നിങ്ങൾ ഈ ഫോണും കുത്തിക്കൊണ്ടിരുന്നാലോ? ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ചെലവിന്റെ കാര്യം എങ്ങനെ? കഴിഞ്ഞ വർഷം ഞാനാണ് നടത്തിയത്. ഏകദേശം 250 പൗണ്ടായി. ഇന്ത്യയിലെ 25,000 രൂപ. പ്രാവശ്യം എന്നെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ ആരെങ്കിലും ഈ ചെലവെടുത്തോളൂ. അതെ, 2026 ചെലവ് ഞാൻ സെറ്റാക്കാം. ഈ വർഷം എന്നെ ഒഴിവാക്കി തരണം പ്ലീസ്. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ 2025 ചെലവ് ഞാൻ നടത്തണമെന്നാണോ? അതെ. അത് നടക്കില്ല. അതെന്താ? ഈ പ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഞാനങ്ങ് ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെ? ഈ പ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയറും ഞാനങ്ങ് ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഞാനൊരു വാക്ക് പറഞ്ഞോണ്ടല്ലേ, വാക്കാന്നറിയാല്ലേ. എടേ ഇനിയിപ്പോൾ എന്തോ ചെയ്യും? അങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഈ വർഷത്തെ ചെലവ് ഞാനും എടുക്കാം. അങ്ങനെ അത് കളിയാൻ പറ. നമ്മുടെ പരിപാടികളൊക്കെ എങ്ങനെയാണുള്ളത്? അതിനല്ലേ കാശ് മുടക്കുന്നത്. ഉവ്വ, നീയല്ലേ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയറും തനിയെ അങ്ങ് ഉണ്ടാക്കാന്ന് പറഞ്ഞത്? അതെ, നമ്മൾ ഈ എല്ലാ വർഷവും നമ്മൾ ഒരുമിച്ചല്ലേ നമ്മൾ മൂന്നോട് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വർഷം നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഘോഷിച്ചാലോ? നീ വലിയ അഭിമാനിയല്ലേ? നിനക്ക് ഒറ്റ വാക്കല്ലേ ഉള്ളൂ, ആ വാക്ക് പിടിച്ച് നീ നിന്നോ. ഞങ്ങൾ ആഘോഷിച്ചോളാം. അതെ, വാക്കല്ലേ മാറ്റാൻ പറ്റുമോ? അതുകൊണ്ടേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഈ പ്രാവശ്യം ചിലവ് നമ്മൾ ബെൻസിന്റെ പേര് അടിച്ച് പൊളിക്കുന്നു. അതെൻ്റെ മനസ്സ് വെച്ചാൽ മതി. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കുന്ന എൻ്റെ സ്വഭാവം ഉണ്ടല്ലോ, അതത്ര നല്ലതല്ല. എൻ്റെ മനസ്സിൽ നിനക്കൊരു സാധനമുണ്ട്, അത് നീയായിട്ടില്ലാതാക്കി. നീ എന്ന് എനിക്ക് നിനക്ക് ഇഷ്ടം തോന്നുന്നു അന്ന് മതി നമ്മൾ ഈ പരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടോ. നീ വന്നേ, നമുക്ക് പോവാം. നമുക്ക് പോയിട്ട് പരിപാടി അറേഞ്ച് ചെയ്യാനുണ്ട്. അല്ല, നിങ്ങൾ ഈ നാട്ടിൻപുറത്ത് പോലെ ഇവിടെയും കരോളിന് ഇറങ്ങാൻ പോവാന്നോ? എടി, കരോളിനൊന്നും ഇറങ്ങുമല്ല, നമ്മുടെ ബെൻസില്ലേ അവന്റെ കരളിൽ ഒന്ന് കയറി പറ്റണം. ബെൻസിന്റെ കരളിൽ എന്തിനാ നിങ്ങൾ കയറി പറ്റുന്നേ? നിങ്ങളിത് എന്തോ ഈ കാണിച്ചു കൂട്ടുന്നേ? ഇനി അതല്ല, ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടി നവന്മാർ എന്നെ പുറന്തള്ളിയേക്കുവാണ്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടി നടത്തുന്ന ആരാന്നറിയാമോ? ആ ബെൻസ്. അതുകൊണ്ട് അവനൊരു സമ്മാനം കൊടുത്ത് ന്യൂട്രലിൽ കൂടെ അവൻ്റെ കരളിൽ ഒന്ന് കയറി പറ്റണം. അപ്പോൾ ഈ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വിചാരിക്കും ഈ കൂട്ടുകാരിൽ ഏറ്റവും ആത്മാർത്ഥമുള്ള ഞാനാന്ന് വിചാരിക്കും. 1-2 പൗണ്ടല്ല, 250 പൗണ്ടിൻ്റെ പാർട്ടി നടത്താൻ പോകുന്നത്. അപ്പോൾ അവൻ എന്നെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ദൈവമേ, ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പക്ഷെ കള്ള് കുടിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കും. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഞാനേ ബെൻസിനൊരു സർപ്രൈസ് കൊടുത്തത് ദാവരുന്നു ഒരു മാറം കെട്ടി. അറിഞ്ഞോ, മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. ഫ്രണ്ടിൽ കൂടെ പോയ സസ്പെൻസ് പൊളിയും.